ഹലോ ഗായ്സ്, ബാക്ക് ടു മൈ ചാനൽ ടെക് മലയാളം. ഗായ്സ്, നിങ്ങൾക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പടം കാണുമ്പോൾ തന്നെ അറിയാം ഞാനിന്ന് റിവ്യൂ ആണ് ഗായ്സ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു പുത്തൻ ബ്ലൂടൂത്ത് സ്പീക്കർ, നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ, നല്ല JBL ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ റിവ്യൂ ആണ് ഗായ്സ് ഞാൻ ഇടാൻ പോകുന്നത്. ഗായ്സ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇതൊരു നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ബെൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഗായ്സ്. സോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഗായ്സ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് പോവുകയാണ് ഗായ്സ്. നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതിൻ്റെ പേര് ബ്ലൂ CB റോക്കർ M3 മീൻ മെഷീൻ മിനി 5x2 ബ്ലൂടൂത്ത് സ്പീക്കർ ബ്ലൂ സൂക്ക് എന്നാണ് എൻ്റെ പേര്. ഗായ്സ്, ഇതിൽ ഒരുപാട് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾ കാണാവുന്നതാണ്. AUX in USB ഫ്ലാഷ് ഡിവൈസ്, അൾട്രാ പോർട്ടബിൾ, TUF കാർഡ്, സബ് വൂപ്പർ. പിന്നെ ഇതിൽ 1500 mAh ബാറ്ററി ഉണ്ട് ഗായ്സ്, അതാണ് ഇതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. 1500 mAh ഉണ്ട്. പിന്നെ 8 വാട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. 8 വാട്ടിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട്. പിന്നെ സൂപ്പർ ബാസ് ആണ് ഗായ്സ്, സൂപ്പർ ബാസ്. പിന്നെ മെയിൻ തിങ് ബ്ലൂടൂത്ത്, ഇറ്റ്സ് എ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കവർ ഗൈസ്. അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാ ഞാനൊന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇത് നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇത് ബ്ലാക്ക് കളറാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ബ്ലാക്ക് കളർ തന്നെയായിരുന്നു. സോ ഗൈസ്, കാണാവുന്നതാണ് ബ്ലൂടൂത്ത് സ്പീക്കർ. ഇൻസൈഡ് ഇറ്റ് ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ നമുക്കൊന്ന് പുറത്തോട്ടെടുക്കാം. ഭയങ്കര ടൈറ്റാണ് ഗായ്സ്. ഗായ്സ്, ഇതാ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ പുറത്തെടുത്തിരിക്കുകയാണ് ഗായ്സ്. ഇതാ നോക്കൂ, മീൻ സൂക്ക് മെഷീൻ മിനി. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇത് മേഡ് ഇൻ ചൈനയാണ് ഗായ്സ്. പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഗൈസ്. നല്ലൊരു പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഗൈസ്. ഇത് അതിൻ്റെ കോഡാണ് ഗൈസ്. ഇതാ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ, ഇതാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് നോക്കാം എന്തൊക്കെയുണ്ടെന്ന് ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നു USB കേബിൾ തന്നെയാണ് ഗൈസ്. ഇതാ USB കേബിൾ ഞാൻ പുറത്തെടുത്തിരിക്കുകയാണ് ഗൈസ്, പുറത്തെടുത്തിരിക്കുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ മൊബൈലായിട്ടോ കമ്പ്യൂട്ടറായിട്ടോ ലാപ്ടോപ്പായിട്ടോ നമുക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ചെയ്യാനും പിന്നെ ചാർജ് ചെയ്യാനും വേണ്ടിയാണ്. ഇതാ കാണാവുന്നതാണ്, കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇതും ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. രണ്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. ഇപ്പോൾ നമുക്ക് വേറൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഈ USB കേബിൾ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പം എന്തായാലും അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് ഇവിടെ ഏതായാലും ഗൈസ് നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് നോക്കാം. ഇത് അടുത്ത് നമുക്കൊരു കവർ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നത് ഗൈസ് AUX എന്ന് വെച്ചാൽ നമ്മുടെ സ്പീക്കർ ടു സ്പീക്കർ കണക്ഷനാണ് ഗൈസ്. സ്പീക്കർ ടു സ്പീക്കർ കണക്ഷൻ. നമുക്കിത് മൊബൈലിൻ്റെ ഹെഡ്സെറ്റ് പോർട്ടിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. ഇവിടെ അതിനുള്ള ഇതുമുണ്ട് ഗൈസ്, നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഗൈസ്. അതും നമ്മുടെ ഹെഡ്സെറ്റും മൊബൈൽ ഹെഡ്സെറ്റിൻ്റെ ആ ഹോളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. ജാക്ക് ഇതിലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അതൊരു കാർഡ് കാണാവുന്നതാണ്. കാർഡ് നോക്കാം എന്താണെന്ന്. കാർഡ് ഇതാ ഗൈസ്, കാർഡ് കാണാൻ പറ്റുന്നതാണ്.
ഇതൊരു വാറണ്ടി കാർഡാണ് ഗൈസ്. 1 year വാറണ്ടി കാർഡ്. ഇതാണ് ഗൈസ്, നമുക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. ഒരു വാറണ്ടി കാർഡും ഉണ്ട് ഗൈസ്. ഇത് നമ്മുടെ വാറണ്ടി കാർഡാണ്. ഞാൻ നിങ്ങളെ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് കോഡ്സും പിന്നെ ഇതിൻ്റെ ഒരുപാട് രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഗൈസ് 12 months ഒക്കെ ഉണ്ട്. നമുക്ക് ഞാൻ കാണിച്ചത് 12 months ഉണ്ട് ഗൈസ്. 1 year ഗൈസ് കാണാവുന്നതാണ് ഗൈസ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു മാനുവൽ ബുക്കുണ്ട് ഗൈസ്. ഒരു മാനുവൽ ബുക്ക് എനിക്കിതിൻ്റെ ആവശ്യമില്ല, സോ ഞാൻ കളയണം ഗൈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഒരു പേപ്പർ കാണാം. എന്താണ് നമുക്ക് നോക്കാം ഗൈസ്. ഇത് ബില്ലാണ് ഗൈസ്. ഇതിൻ്റെ ബില്ലാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. 50 ടോട്ടൽ എമൗണ്ട് 50 dirham. ഞാൻ കണക്കൂട്ടി വെച്ച് നോക്കിയപ്പോൾ ഏകദേശം 1000 rupees, 950 rupees വന്നു. 950 rupees. ഇതാണ് നമ്മുടെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിലുള്ളത് ഗൈസ്. അത് നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതിപ്പോൾ ഞാൻ പുതിയത് ഇപ്പോൾ മേടിച്ചതാണ്. ഇപ്പോൾ എൻ്റെ അങ്കിൾ വന്നപ്പോൾ അങ്കിൾ കൊണ്ടുവന്നതാണ് ഗൈസ്. ഇപ്പോൾ ഏതായാലും ഇതെൻ്റെ പുതിയ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അതിന് മുമ്പ് എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇതാണത്. പക്ഷേ ഇത് അടിച്ചു പോയി, ഇത് നശിച്ചു പോയി ഗൈസ്. ഇത് സൂപ്പറായിരുന്നു, നല്ല ലൈറ്റൊക്കെ കത്തുമായിരുന്നു. പാട്ടനുസരിച്ച് ബാസ് മാറുമ്പോൾ ലൈറ്റൊക്കെ കത്തുമായിരുന്നു ഗൈസ്. പക്ഷേ ഇത് അടിച്ചു പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയത് മേടിച്ചത് ഗൈസ്. എന്തായാലും നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. സോ നമുക്കൊന്ന് ജസ്റ്റ് ഓണാക്കാം. ഇതാ ഞാൻ ഓണാക്കിയിരിക്കുകയാണ് ഗൈസ്. വാ, നല്ല സൗണ്ട് ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്കിത് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യണം. അതെങ്ങനെ പെയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. ഇതാ നമ്മൾ സ്ക്രീനിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് പെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ താഴെ ബ്ലൂടൂത്ത് എന്ന് കാണും. എൻ്റെ ബ്ലൂടൂത്ത് ഇപ്പോൾ അതിപ്പോൾ ഓഫായി കിടക്കും. ഇപ്പോൾ നമ്മളൊന്ന് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുക്കുമ്പോൾ ഇവിടെ അതിപ്പോൾ കണക്റ്റ് ആയിട്ടില്ല. താഴെ നമുക്ക് നോക്കാം അവൈലബിൾ ഡിവൈസ്. നമുക്കൊന്നും ഇതിൽ വരുന്ന ഇതിൻ്റെ പേര് നമ്മുടെ ഡിവൈസിൻ്റെ പേര് സൂപ്പ് റോക്കർ എന്നാണ്. സൂപ്പ് റോക്കർ ZB റോക്കർ M3 എന്നാണ് ഗൈസ്. ഇത് നമുക്കിവിടെ താഴെ കാണാവുന്നതാണ്. അതിപ്പോൾ വന്നിരിക്കുന്നു. അതിൽ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പെയർ ചെയ്യുകയാണ്. പെയർ ചെയ്ത ശേഷം അതായത് ഇപ്പോൾ കണക്റ്റ് ആയിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ഗൈസ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു പാട്ട് എടുക്കാം. അതിനായി നമുക്ക് ക്യാമറയിലേക്ക് പോകാം ഗൈസ്. ഇത് നമ്മൾ ക്യാമറയിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മുടെ ഫ്രണ്ടാണ്. ഫ്രണ്ടിൽ അവിടെ ബ്ലൂ കളർ കാണാവുന്നതാണ്. ബ്ലൂ കളർ എന്ന് വെച്ചാൽ ഫുൾ ചാർജ്ഡ്. ചാർജ് ഇല്ലെങ്കിൽ അത് റെഡ് കളറായി മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൊണ്ട് ചാർജിന് ഇടുക. എന്തായാലും ഗൈസ് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. പിറകെയാണ് അതിൻ്റെ സ്പീക്കർ. അതാണ് എൻ്റെ സ്പീക്കർ. പിന്നെ സ്റ്റാൻഡുണ്ട്, 4 സ്റ്റാൻഡുണ്ട് വയ്ക്കാൻ. ഏതായാലും നമുക്കൊരു സോങ് ഇട്ട് നോക്കാം. നമുക്കിപ്പോൾ ടാക്കി ഒന്ന് ഇട്ട് നോക്കാം. ഗൈസ് എന്തായാലും ടാക്കി പൊളിച്ചു. എൻ്റെ സ്പീക്കറും പൊളിച്ചു. പിന്നെ JBL ഗൈസ്. ഇത് JBL ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഗൈസ്. പിന്നെ എന്തായാലും നമുക്കൊന്ന് നെക്സ്റ്റ് ഒരു സോങ് പ്ലേ ചെയ്ത് നോക്കാം ഗൈസ്. എന്തായാലും നമുക്കൊന്ന് ഗൈസ് എന്തായാലും നമ്മുടെ നെക്സ്റ്റ് സോങ് നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ സ്കാറ്റ് ബീറ്റാണ് ഗൈസ്. എന്തായാലും നമുക്കിത് പ്ലേ ചെയ്യുന്നു.
ഗായ്സ്, എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെയുണ്ട് ഗായ്സ്? ദ ബെസ്റ്റ് ബ്ലൂടൂത്ത് സ്പീക്കർ ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം എനിക്കിപ്പോൾ 4 ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. ദ ബെസ്റ്റ് വൺ ഈസ് ദിസ് ഗായ്സ്. ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാണ് ഗായ്സ്. നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഗായ്സ്. മെയ്ഡ് ഇൻ ചൈന, നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. സൂപ്പർ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഗായ്സ്. ഏതായാലും ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് ഗായ്സ്. ഓക്കെ ഗായ്സ്, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഗായ്സ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഗായ്സ്, നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഗായ്സ്, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗായ്സ്, പിന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.